ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൊറാവിയയിലെ മറഞ്ഞു കിടക്കുന്ന സൗന്ദര്യങ്ങളിൽപ്പെട്ട വ്രനോവ് നാഡ് ഡൈജി കൊട്ടാരത്തിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ഈ ഓസ്ട്രിയയുടെ ചെക്ക് റിപ്പബ്ലിക്കിലെ ഓസ്ട്രിയയുടെ അതിർത്തി പട്ടണമായ സ്നോച്ച്മോയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സ്നോച്ച്മോയിൽ നിന്ന് ഏതാണ്ട് 22 കിലോമീറ്റർ മറ്റൊരു ദിശയിലേക്ക് ഈ ഓസ്ട്രിയയുടെ അതിർത്തിയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഈ കൊട്ടാരം കാണുന്നത്. ഞങ്ങളുടെ യാത്ര സ്നോച്ച്മോയ്ക്ക് പുറത്താണ് ആരംഭിക്കുന്നത്. അവിടെ അനന്തമായ കടുകുപാടങ്ങൾ ഗ്രാമപ്രദേശങ്ങളെ സ്വർണ്ണമഞ്ഞ നിറത്തിൽ വരയ്ക്കുന്നു. തിളങ്ങുന്ന പൂക്കൾ കാറ്റിൽ സൗമ്യമായി നൃത്തം ചെയ്യുന്നു. നമ്മുടെ ദിവസത്തിന് ഒരു മനോഹരമായ തുടക്കം സൃഷ്ടിക്കുന്നു. ഈ ഊർജ്ജസ്വലമായ ഭൂപ്രകൃതി സൗത്ത് മൊറാവിയയുടെ പ്രകൃതി സൗന്ദര്യം അതിൻ്റെ സാംസ്കാരിക നിധികൾ എങ്ങനെ വേദിയൊരുക്കുന്നു എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ കടുകുപാടങ്ങളും ഗോതമ്പ് പാടങ്ങളും പിന്നിട്ട് നമ്മൾ ഈ കൊട്ടാരത്തിൻ്റെ മുൻവശത്തെത്തി. നമ്മളിവിടെ ഇറക്കിയിട്ട് കൊട്ടാരത്തിന് മുൻവശത്ത് ഇറക്കിയിട്ട് വണ്ടി കുറച്ച് ദൂരെയുള്ളൂ, ഒരു 3/4 കിലോമീറ്ററോളം ദൂരെയാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കൊട്ടാരത്തിൻ്റെ വാതിലിൽ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ കൂടുതൽ മുന്നോട്ട് പോകുമ്പോൾ റോഡ് കുന്നുകളുടെയും ശാന്തമായ ഗ്രാമങ്ങളുടെയും വളഞ്ഞു പോകുന്നു. ഓരോ തിരിവും നമ്മെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുപ്പിക്കുന്നു. മേഖലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലാൻഡ്മാർക്കുകളിലൊന്നായ വ്രനോവ് നാഡ് ഡൈജി ചാറ്റോയാണിത്. ഡിജി നദിക്ക് മുകളിൽ ഉയരത്തിൽ പാറക്കെട്ടുകളിൽ നിന്ന് നാടകീയമായി ഉയർന്നു വരുന്ന ഗാംഭീര്യമുള്ള വ്രനോവ് ചാറ്റോ അതിൻ്റെ സ്വർണ്ണമഞ്ഞ മുഖച്ഛായ സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്നു. ഞങ്ങൾ ഉപേക്ഷിച്ച കടുകുപാടങ്ങളുടെ നിറങ്ങൾ ഇവിടെ പ്രതിധ്വനിക്കുന്നു. മൈതാനത്തിലൂടെ നടക്കുമ്പോൾ ബറോക്ക് വാസ്തുവിദ്യയുടെ ഗാംഭീര്യം നമ്മെ ചുറ്റിപ്പറ്റിയാണ്. ശ്രദ്ധേയമായ താഴികക്കുടം, സമൃദ്ധമായി അലങ്കരിച്ച ഇൻറ്റീരിയറുകൾ, താഴ്വരയുടെ വിശാലമായ കാഴ്ചകൾ എന്നിവയെല്ലാം ഈ ചാറ്റോയെ നിർവചിക്കുന്ന ചാരുതയുടെയും ചരിത്രത്തിൻ്റെയും ആത്മാവിനെ പകർത്തുന്നു. ചെക്ക് റിപ്പബ്ലിക്കിലെ തെക്കൻ മൊറാവിയൻ മേഖലയിലെ വ്രനോവ് നാഡ് ഡൈജി എന്ന ഹാർമോണിക് മാർക്കറ്റ് പട്ടണത്തിലെ ഒരു കോട്ടയാണ് വ്രനോവ് നാഡ് ഡൈജി. ഓസ്ട്രിയൻ അതിർത്തിയിൽ നിന്ന് 3 കിലോമീറ്റർ ഏതാണ്ട് 2 മൈൽ വടക്കായി ഹാർഡെഗിനടുത്ത് തായയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വ്രനോവിൻ്റെ സ്ഥാനം 1100 പ്രാഗിലെ കോസ്മോസ് ക്രോണിക്ക ബെമോറത്തിൽ ഒരു അതിർത്തി സൈനിക കോട്ടയായി കാസ്ട്രം വ്രനോവ് ആദ്യമായി പരാമർശിച്ചു. അയൽരാജ്യമായ ഓസ്ട്രിയൻ മാർച്ചിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്ന് മൊറാവിയയുടെ തെക്കൻ അതിർത്തി സംരക്ഷിക്കുന്നതിനായി ബൊഹേമിയ ഡ്യൂക്കുകൾ ഇത് നിർമ്മിച്ചു. 1323 വരെ കോട്ട രാജകീയ കൈകളിലായിരുന്നു. എന്നാൽ ആ വർഷം ബൊഹേമിയയിലെ രാജാവ് യോഹന്നാൻ വ്രനോവിനെ ശക്തനായ ബൊഹീമിയൻ പ്രഭുവായ ലീപ്പായിലെ വൈസ്രോയി ജിൻഷിച്ചിന് പണയപ്പെടുത്തി. നമുക്കിവിടെ 3 ടൈപ്പ് ടൂറാണുള്ളത്. ഒന്ന് 17-18 നൂറ്റാണ്ടുകളിലെ ഇവിടുത്തെ നമ്മുടെ റൂംസും അതിനകത്തെ കാര്യങ്ങളും എല്ലാം കാണാമെന്ന്. 2 19-20 നൂറ്റാണ്ടുകളിലെ ഇവിടുത്തെ ഈ കൊട്ടാരത്തിൻ്റെ റൂമുകളും അവിടെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ. മൂന്നാമത്തത് നമുക്ക് ഈ കോട്ടയുടെ മുകളിലേക്കുള്ള ടൂറാണ്. 3 ടൂറാണ് ഇവിടെ അവൈലബിൾ ആയിട്ട് ഇപ്പം നമുക്കിവിടെ കാണിച്ചിരിക്കുന്നത്. 1421 ഹൂസറ്റ് യുദ്ധങ്ങളുടെ അസ്വസ്ഥതകൾക്കിടയിൽ ബൊഹീമിയൻ കുലീന കുടുംബം ലിച്ചൻബർഗ് കോട്ടയുടെയും അടുത്തുള്ള മാർക്കറ്റ് പട്ടണത്തിൻ്റെയും നിയന്ത്രണം ഏറ്റെടുത്തു. 1499 ബൊഹീമിയയിലെയും ഹംഗറിയിലെയും രാജാവായ വ്ളാഡിസ്ലാസ് രണ്ടാമൻ്റെ പാരമ്പര്യ സ്വത്തായി ഇത് ലിച്ചൻബർഗുകാർക്ക് കൈമാറി. ലിച്ചൻബർഗ് കുടുംബം 1516 വരെ ഏകദേശം 1 നൂറ്റാണ്ടോളം വ്രനോവിനെ കൈവശം വെച്ചിരുന്നു. നമ്മൾ അകത്തേക്ക് കിടക്കുവാണ്. ടിക്കറ്റ് കൗണ്ടർ ഇതിനകത്തെ കെട്ടിടത്തിലാണ്. ഇവിടെ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ഇറങ്ങുന്നവരാണ്, അവിടെ നിന്ന് ഇറങ്ങുന്നവരാണ് കാണുന്നത്. അപ്പോൾ നമ്മളിവിടെ കയറി ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നത്. 16-ാം നൂറ്റാണ്ടിൽ വ്രനോവ് പതിവായി ഉടമകളെ മാറ്റി. കാലാനുസൃതമായി ബോസ്കോവിസിലെ പ്രഭുക്കന്മാർ പെർനെജ്സ്റ്റൻ കുടുംബം, ലോങ്കിനീസിലെ പ്രഭുക്കന്മാർ ക്രാജിയിലെ ക്രെയ്ഗസ്, ഡ്രിട്രിച്സ്റ്റൻ കുടുംബം, ബെൽമോണ്ടിലെ രാജകുമാരന്മാരുടെ ബന്ധുക്കളായ അൾത്താനിലെ ബവേറിയൻ കുടുംബത്തിൽ നിന്നുള്ള
പ്രഭുക്കന്മാരായിരുന്നു ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമകൾ. 1614 അൽത്താനിൻ്റെ ഉൾഫ് ഡിട്രീച്ച് ഈ കോട്ട വാങ്ങി. എന്നിരുന്നാലും 7 വർഷത്തിന് ശേഷം ബഹീമിയൻ എസ്റ്റേറ്റുകളുടെ കലാപത്തിൽ പങ്കെടുത്തതിനാൽ മാനർ കണ്ടുകെട്ടി. പിടിച്ചെടുത്ത കോട്ട തൽഫലമായി ആൽബ്രച്ച് ഓൺ വാലന്റൈൻ്റെ ജനറൽമാരിൽ ഒരാളായ ഷർഫൻബർഗിലെ ജോഹാൻ ഏണസ്റ്റിന് വിറ്റു. നമുക്കിവിടെ ഏതാണ്ട് ഒരാൾക്ക് 140 കൊറോണയാണ്, ചെക്ക് കൊറോണയാണ് ഇവിടെ പ്രവേശന ഫീസ്. ഒരു കൊറോണ എന്ന് പറയുന്നത് 4.12 രൂപയാണ്. അപ്പോൾ ഏതാണ്ട് ഓൾമോസ്റ്റ് നമുക്ക് ഒരു 600 രൂപ ഇവിടെ പ്രവേശനത്തിന് വരും. ഇപ്പം നമുക്ക് ഈ 3 ടൂറുകൾ ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഒറ്റ ടൂർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് നമ്മളിപ്പം കാണാൻ പോകുന്നത്. അടുത്ത കോമ്പൗണ്ടിൽ കയറിയിട്ട് അതിൻ്റെ വലതുവശത്തായിട്ടാണ് നമുക്ക് കാണേണ്ട സ്ഥലം. അത് നമുക്കിവിടെ നമ്മൾക്ക് വിവരിച്ചു തരാൻ വേണ്ടി ഇവിടുത്തെ ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ, ചെക്കിൽ ഇവിടുത്തെ ലാംഗ്വേജിൽ മാത്രമേ ഉള്ളൂ വിവരണമുള്ളൂ. നമുക്ക് ഇംഗ്ലീഷിലുള്ളവർക്ക് അവരൊരു ലാമിനേറ്റഡ് പ്രിൻ്റ് ഔട്ട് തരും. നമ്മൾ അത് നോക്കിയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾക്ക് വിവരിച്ചു തരുന്ന അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അതുകൊണ്ട് അവിടുത്തെ ലാംഗ്വേജിലുള്ള സന്ദർശകരെ അവർ വിവരിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കും. മറ്റുള്ളവർക്ക് കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ ഇതാണ് നമ്മളെ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ അപ്പുറം നിന്ന് 2 പേരും ഇവിടുത്തെ ഈ ലാംഗ്വേജ് അറിയാവുന്നവരാണ്. അവർക്ക് ഇവർ വിവരിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ഇംഗ്ലീഷിൽ പ്രിൻ്റ് ചെയ്ത ലാമിനേറ്റഡ് കോപ്പി തന്നു. നമ്മളാ കാണുന്ന നേരെ കാണുന്ന ഡോറിനകത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആ റെഡ് ഉടുപ്പിട്ട സ്ത്രീ പറയുന്നത് നമുക്ക് വീഡിയോ അലൗഡ് അല്ല, നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അകത്ത്. അവിടുത്തെ കാഴ്ചകളാണ്, അതിൻ്റെ ഓരോ ഫോട്ടോകളാണ് നമ്മൾ കാണിക്കുന്നത്. നമുക്കവിടെ വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല, നമുക്ക് ഫോട്ടോ ആയിട്ട് എടുക്കാം, കുഴപ്പമില്ല. മൈക്കൽ ജോഹാൻ രണ്ടാമൻ അൽത്താൻ 1680 കുടുംബത്തിനായി വ്രനോവ് എസ്റ്റേറ്റ് വീണ്ടെടുത്തു. പ്രശസ്ത ഓസ്ട്രിയൻ വാസ്തുശില്പി ജോഹാൻ ബെർണാഡ് ഫിഷർ വോൺ എർലാച്ചിനെ തൻ്റെ ആൾത്താൻ പൂർവികരുടെ സ്മാരകമായി ബറോക്ക് ശൈലിയിൽ പൂർവികരുടെ ഹാൾ എന്നറിയപ്പെടുന്ന ഒരു വലിയ ഹാൾ രൂപകൽപ്പന ചെയ്യാൻ അദ്ദേഹം ചുമതലപ്പെടുത്തി. 1687-നും 1695-നും ഇടയിലാണ് ഇത് നിർമ്മിച്ചത്. ഗംഭീരമായ ഒരു കപ്പോള മറികടന്ന് ഇത് ഒരു ഓവൽ നിർമ്മാണമാണ്. ഇത് വ്രനോവിൻ്റെ പ്രധാന സവിശേഷതയായി മാറി. ഓസ്ട്രിയൻ ശില്പിയായ തോബിയാസ് ക്രാക്കർ ചുമരുകൾക്ക് ചുറ്റുമുള്ള ഇടങ്ങളിൽ പൂർവികരുടെ വലിയ പ്രതിമകൾ സൃഷ്ടിച്ചു. മറ്റൊരു ഓസ്ട്രിയൻ കലാകാരനായ ജോഹാൻ മൈക്കൽ റോഡ്മയർ കപ്പോളയിൽ ആൾത്താൻ കുടുംബത്തെ സാങ്കല്പികമായി മഹത്വപ്പെടുത്തി. പൂർവികരുടെ ഹാളിനെ ഒരു ആത്മീയ ഘടകം ഉപയോഗിച്ച് പൂരിപ്പിക്കുന്നതിന് ഫിഷർ വോൺ എർലാച്ച് ഒരു ബറോക്ക് ചാപ്പൽ രൂപകൽപ്പന ചെയ്തു. വിശുദ്ധ റീത്തോത്തിൻ്റെ ചാപ്പൽ അതിലൊരു ആൾത്താൻ കുടുംബ നിലവറ ഉൾപ്പെടുത്തി. സമൃദ്ധമായി അലങ്കരിച്ച ചാപ്പൽ 2 വർഷത്തിനുള്ളിൽ 1699-1670 നിർമ്മിച്ചു. മൈക്കിൾ ജോഹാൻ രണ്ടാമൻ്റെ മരണശേഷം കൂടുതൽ വലിയ കെട്ടുകൾ നിർമ്മിക്കുകയും യഥാർത്ഥ കോട്ട സമുച്ചയത്തെ കാലികമായ ബറോക്ക് കോട്ടയായി പരിവർത്തനം ചെയ്യുകയും ചെയ്തു. നമ്മൾ കോട്ടയിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കാഴ്ചകളാണ് നമ്മളിപ്പം കാണുന്നത്. ഇതാണ് അതിൻ്റെ മുറ്റത്തെ കാഴ്ചകളാണ്. ബാൽക്കണിയിൽ നിന്ന് ആ കാഴ്ച അവസ്മരണീയമാണ്. ആഴമേറിയ വനങ്ങളും ശാന്തമായ കുന്നുകളും കൊണ്ട് നിർമ്മിച്ച ഡൈജി നദി താഴെ മനോഹരമായി വീശുന്നു. ചരിത്രവും വാസ്തുവിദ്യയും പ്രകൃതിയും തികഞ്ഞ ഐക്യത്തിലൊത്തുചേരുന്ന സ്ഥലമാണിത്. ഇതാണ് അവിടെ നോക്കുമ്പോൾ അവിടുത്തെ കോട്ടയിൽ നിന്ന് നോക്കുമ്പോൾ പട്ടണം കാണുന്നത്. ഇതൊരു
പാറക്കെട്ടിന് മുകളിലാണ് ഈ ഒരു കൊട്ടാരം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കോട്ട പോലെ അതിന് ചുറ്റും കെട്ടിയിട്ടുള്ളതുകൊണ്ട് ഇതിനകത്തേക്ക് അതിൻ്റെ എൻട്രൻസ് വഴി മാത്രമേ പ്രവേശിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വലിഞ്ഞു കയറാൻ ഭയങ്കര പാടാണ്. ബാക്കി സ്ഥലങ്ങളെല്ലാം ഇതിൽ നിന്ന് വളരെ താന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് സൈഡ് വഴി ഒരു നദിയും ഒഴുകുന്നുണ്ട്. എല്ലാം നമുക്ക് ഈ വെളിയിൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അറിയാം, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് പാർക്കിംഗ് ഒന്നുമില്ല. ആ പട്ടണത്തിൽ എവിടെയാണോ പാർക്കിംഗ് സ്പേസ് ഉള്ളത് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്കിവിടെ വന്ന് കാണാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കിലോമീറ്ററിൽ ഒരു 1/2 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ പാർക്കിംഗ് പ്ലേസ് ഉള്ളത്. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ചാറ്റോയുടെ പ്രധാന ആകർഷണങ്ങൾ പര്യവേഷണം ചെയ്ത ശേഷം ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് തിരികെ നടത്താൻ ആരംഭിക്കുകയാണ്. പുരാതന കൽഭിത്തികളും തണലുള്ള നടപ്പാതകളും കടന്ന് പാത നയിക്കുന്നു. കുന്നിൻ ചെരുവിന് പിന്നിൽ അപ്രത്യക്ഷമാകുന്നതിന് മുമ്പ് വസതിയുടെ അവസാന കാഴ്ച നമുക്ക് നൽകുന്നു. പാർക്കിംഗ് ഏരിയയിൽ എത്തുമ്പോൾ ചാറ്റോ വീണ്ടും മറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ രഹസ്യങ്ങൾ സംരക്ഷിക്കുന്ന പോലെ സ്നോച്ച്മോയിലെ സുവർണ വയലുകളിൽ നിന്ന് പ്രണോവിൻ്റെ ബറോക്ക് പ്രൗഢിയിലേക്കുള്ള യാത്ര, ഒടുവിൽ ഈ സമാധാനപരമായ വിടവാങ്ങൽ, നടത്തം, സൗന്ദര്യത്തിൻ്റെയും ശാന്തതയുടെയും ഓർമ്മകൾ നമ്മിൽ അവശേഷിപ്പിക്കുന്നു. ഇവിടെയെല്ലാം ഈ നല്ല പച്ചപ്പോട് കൂടിയ മരങ്ങളും പിന്നെ ചെറിയ പുല്ലിങ്ങനെ അടിയിൽ പുല്ല് മുഴുവൻ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നു. ഇടയ്ക്കൂടെ പിന്നെ മരങ്ങൾ വളർന്നു നിൽക്കുന്നു. നമ്മുടെ കേരളത്തിലെ പോലെ തന്നെയുള്ള കാഴ്ചകളാണ് അവിടെയും കാണുന്നത്. പക്ഷേ മരങ്ങളും പുല്ലുകളും ഒക്കെ ഡിഫറെൻ്റ് ആണെന്ന് മാത്രം. നമ്മുടെ ഇവിടെയുള്ള മരങ്ങളും പുല്ലുകളും അല്ല കാണുന്നത്. മിക്കവാറും എവിടെ ചെന്നാലും ഈ കാട്ടുപൂക്കളിൽ മഞ്ഞ നിറത്തിലുള്ള കാട്ടുപൂക്കൾ എവിടെയും സുലഭമാണെന്ന് കാണാം. ഇവിടെയും വഴിയുടെ സൈഡിലെല്ലാം മഞ്ഞ നിറത്തിലുള്ള കാട്ടുപൂക്കളുണ്ട്. കാട്ടുപൂക്കളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. ഇതുപോലെയുള്ള കളറുള്ള പൂക്കൾ നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ചെടികൾ വ്യത്യസ്തമാണ്, മരങ്ങൾ വ്യത്യസ്തമാണ്. ഇവിടുത്തെ ഈ തണുപ്പ് കാലത്ത് ഇലപൊഴിച്ച് നിന്നിട്ട് തണുപ്പ് മാറിക്കഴിയുമ്പോഴത്തേനും നല്ല ഇതായിട്ട് വളർന്നു വരുന്ന പിന്നെ ഇലകളൊക്കെ പൊട്ടിത്തളുത്ത് വരുന്ന മരങ്ങളാണ് കൂടുതലും. നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള കുറ്റിക്കാടുകളും എല്ലാം ഉണ്ട്. നമുക്ക് ഈ പാർക്ക് ചെയ്ത സ്ഥലത്ത് ചെന്നപ്പോഴാണ് നമുക്കറിയാൻ കഴിഞ്ഞത്, വണ്ടി നമ്മുടെ പ്രദീപ് ആണ് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോയത്, ഈ സ്നോസ്മയിലേക്ക് കൊണ്ടുപോയത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങളെവിടെ ഇറക്കിയിട്ടാണ് പ്രദീപ് വണ്ടി പാർക്ക് ചെയ്യാൻ പോയത്. അപ്പോൾ അവിടെ ആ വണ്ടി ഇട്ടിട്ട് പെട്ടെന്ന് വരുവാണ് ചെയ്ത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു ചെന്നപ്പം നമുക്ക് ഈ ഇവിടുത്തെ കൊറോണ എന്നുള്ള ആ പൈസ ഇട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇവിടുത്തെ പോലെ ഈ മാൻഡായിട്ടല്ല ഈ പാർക്കിംഗ് ഏരിയയിലൊക്കെ. അവിടെ എല്ലാം ആളില്ല. നമ്മൾ പൈസ ഇടുകയോ അല്ലെങ്കിൽ കാർഡ് വഴി പേ ചെയ്യുകയോ ചെയ്യാം. പക്ഷെ നമ്മുടെ ദൗർഭാഗ്യത്തിന് അവിടെ കാർഡ് പേയ്മെൻറ്റ് ഇല്ലായിരുന്നു. അത് നമ്മൾ അറിഞ്ഞില്ല. ഈ കൊറോണ അവിടുത്തെ നാണയം കൊറോണ ഇട്ടാൽ മാത്രമേ നമുക്ക് അവിടെ പിന്നെ അത് തുറന്നു കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് കുറച്ച് നേരം അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു. നമ്മുടെ ഈ കൊറോണ ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ ഒരു വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു വണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് ഞങ്ങൾ യൂറോ കൊടുത്തിട്ട് അവർ ഈക്വലൻ്റ് ആയിട്ടുള്ള കൊറോണ തന്നു. അങ്ങനെ അതിട്ടാണ് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നത്. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.